അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലെ തീപിടുത്തത്തിൽ മരണം 10 തീ ഇനിയും നിയന്ത്രിക്കാനായിട്ടില്ല. 1,80,000 പേരെ മാറ്റി താമസിപ്പിച്ചു. 1000-ഓളം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സുഹൈൽ, നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? സ്നേഹ, അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിനാശകരമായ തീപിടുത്തം എന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോഴത്തെ ഈ ലോസ് ആഞ്ചൽസിലെ തീപിടുത്തത്തെക്കുറിച്ച് പറയുന്നത്. 10 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ അവിടെ നിന്ന് പോലീസും ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി ആ പ്രദേശങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ എത്രമാത്രം ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കൂ എന്നാണ് പറയുന്നത്. അതായത് വീടുകളിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളുകൾ നിരവധി പേരുണ്ടാകും. പ്രത്യേകിച്ചും വികലാംഗരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം തന്നെ അവിടെ ഉണ്ടാകും. അത്തരം ആളുകൾ രക്ഷപ്പെടാതിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. 30,000 ഏക്കർ ഭൂമിയിലാണ് ഇപ്പോൾ ഈ തീ പടർന്ന് പിടിച്ചിരിക്കുന്നത്. ലോസ് ആഞ്ചൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോളിവുഡ് ഹിൽസിലാണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതായത് ഹോളിവുഡിൻ്റെ തലസ്ഥാനമാണ് ഈ കേന്ദ്രം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഹോളിവുഡ് നടന്മാരും നടിമാരും താമസിക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ കേന്ദ്രങ്ങൾ, അവരുടെ വീടുകൾ, ആ അത്യാഡംബര വീടുകൾ പോലും തീ വിഴുങ്ങിയപ്പോൾ അതിനെ സംരക്ഷിക്കുവാൻ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളുള്ള അമേരിക്കയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടത് നിയന്ത്രണ വിധേയമാക്കാൻ ഇനിയും സാധിക്കാത്തതിന്റെ ഒരു കാരണം എന്താണ്? വരണ്ട കാലാവസ്ഥയും അതോടൊപ്പം തന്നെ വലിയ കാറ്റും ഈ മേഖലയിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തീ ഒരു സ്ഥലത്ത് നിയന്ത്രണ വിധേയമാക്കുമ്പോൾ മറ്റിടങ്ങളിൽ പടരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് കൂടിയാണ് ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും അമേരിക്കക്ക് അതിന് സാധിക്കാത്തത്. അതോടൊപ്പം പലതരത്തിലുള്ള വിവാദങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്നുണ്ട്. കാലിഫോർണിയ സ്റ്റേറ്റും അതേപോലെ തന്നെ ഫെഡറൽ ഗവൺമെൻറ്റും തമ്മിലുള്ള പലതരത്തിലുള്ള തർക്കങ്ങൾ, ആരാണ് ഇതിൽ കൂടുതൽ ഫണ്ടിറക്കേണ്ടത് എന്നതടക്കമുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇസ്രായേലിൽ ഗസയ്ക്കു വേണ്ടി ഇറക്കുന്ന പണത്തിൻ്റെ പകുതിയെങ്കിലും ഇങ്ങോട്ട് ഇറക്കിയാൽ ഈ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും എന്നടക്കമുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ വിവാദങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് ജോ ബൈഡൻ, US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രത്യേകമായ യോഗം ഇക്കാര്യത്തിൽ ചേരുകയും അടിയന്തരമായിട്ടുള്ള പല നടപടികളും എടുത്തത്. കൂടുതൽ ഫെഡറൽ ഫണ്ട് ഈ മേഖലയിലേക്ക് ഇറക്കാനും പരമാവധി അടുത്തൊരു 100 ദിവസത്തിലധികം ഈ മേഖലയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവിടേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഈ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. നമുക്കറിയാം, 4 ദിവസത്തിലധികമായി വിവിധ മേഖലകളിൽ, അതായത് കാലിഫോർണിയയുടെ വ്യത്യസ്ത കൗണ്ടികളിൽ ഈ തീ പടർന്നു പിടിക്കുമ്പോഴും അതിനെ നിയന്ത്രണ വിധേയമാക്കാനോ അല്ലെങ്കിൽ ഒരു മേഖലയിലേക്ക് അത് എത്തുന്നത് തടയാനോ സാധിക്കുന്നില്ല. ലോസ് ആഞ്ചൽസിലടക്കം നിരവധി പ്രമുഖരുടെ, ഹോളിവുഡ് നടന്മാരുടെ വീടുകൾ കത്തി നശിച്ച് ചാമ്പലായതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്.